എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇന്ന് ഞാൻ ഞങ്ങളെടുത്ത വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത് അടച്ചു കിടക്കുന്ന വീടാണ്, ലോക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നതാണ്. കാരണം വാടകയ്ക്കൊന്നും കൊടുത്തില്ല, വാടകയ്ക്കൊക്കെ കൊടുത്താൽ പിന്നെ കണക്കല്ലേ. പിന്നെ അതുപോലെ നമുക്ക് പോയി വരുമ്പം നാട്ടിലേക്ക് എപ്പോഴും വരുമ്പോൾ ഒക്കെ നിൽക്കാനും താമസിക്കാനൊക്കെ വീട് വേണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ വാടകയ്ക്കൊന്നും കൊടുത്തിട്ടില്ല, ലോക്ക് ചെയ്ത് പോവുകയാണേ. ഹസ്ബൻഡിൻ്റെ ബൈക്ക് അവിടെയുണ്ട്. പിന്നെ അതൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, കാരണം നമ്മളെപ്പെങ്കിലും വരുന്നതല്ലേ. പിന്നെ അങ്ങനെ ഇലകളും പിന്നെ കാറ്റ് അപ്പുറത്ത് നിന്നെല്ലാം വീടുന്നതാണ്. നമ്മളെ വീട്ടിലതും ഉണ്ട്, പക്ഷെ കൂടുതലും അവിടുത്തെ പറമ്പിലുള്ളതാണ്. അതൊക്കെ ഒന്ന് പിന്നെ ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം വീട്ടിൻ്റെ ഉള്ളിലൊക്കെ പൊടികളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാർഡ്രോബൊക്കെ എടുത്ത് മാറ്റി ഒക്കെ തുടച്ച് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയാൽ എനിക്ക് അടുത്ത മാസം വരാനുള്ളതല്ലേ. അപ്പോൾ കുറേ വൃത്തി ഉണ്ടാവില്ല. നമുക്ക് ഒരു മാസത്തേക്ക് അത്രയും വലിയ പൊടിയൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സമാധാനമല്ലെന്ന് വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ വന്നതാണ്. ഇവിടെ നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒക്കെ പോയി നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒക്കെ പോയി. കുറച്ച് പോകേണ്ട ഇതൊക്കെ കട്ട് ചെയ്യേണ്ടതാണ്, കാരണം ഇതൊക്കെ എവിടെയോ വന്നിട്ടുള്ളത് വളർന്നിട്ട്. അപ്പം അങ്ങനെ കുറേ പണിയുണ്ടെന്നാലും അപ്പം ഒക്കെ ചട്ടിയും പൂജയൊക്കെ പോയിന്, എല്ലാം പൊട്ടിക്കിടക്കുകയും ഒക്കെ പോയിട്ടുള്ളത്. അപ്പം ഇഷ്ടം പോലെ ഇലകളാണ്. അന്നൊരു ദിവസം ഞാൻ വന്ന് അടിച്ച് വൃത്തിയാക്കിയതാണ്, പിന്നെ ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി ബെഡ്റൂമും ഹോളും കിച്ചണും ഒക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കുറച്ച് ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് വിയറ്റ്നാം മഴീൻ്റെയാണ്, പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഇതിന് ശക്തി കുറവാണ്. ഇതങ്ങ് ഗേറ്റിന് ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ വന്നിട്ട് വേണം അതിനൊക്കെ നല്ലൊരു ഊന്നുവടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളമൊക്കെ നനയൊക്കെ കുറവല്ലേ, ഇവർക്ക് വെള്ളമൊക്കെ വേണ്ടേ. ഇത് നമ്മൾ ഹൈബ്രിഡ് ആകുമ്പോൾ എല്ലാത്തിനും നമ്മൾ നല്ലോണം നോക്കണം, എന്നാലേ അവർ അതിനനുസരിച്ച് നമുക്ക് ഫലങ്ങൾ തരും. മറ്റ് സാധാരണ ചെടികൾ പെട്ടെന്ന് അവർ ഇതാവും, പക്ഷേ ക്യൂറാവും. നമ്മൾ ഇങ്ങനത്തെ ഹൈബ്രിഡുകൾ നല്ലോണം ശ്രദ്ധിക്കണം. സപ്പോർട്ട് ഇതൊക്കെ ഹൈബ്രിഡ് തന്നെയാണ് കേട്ടോ. അതൊക്കെ അന്നേരം ആ കോവിഡ് സമയത്ത് ഞാൻ വന്നപ്പോൾ വെച്ചതാണ്. അതിന് നല്ലോണം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടൽ കുറവ്. കാരണം ഞാനിവിടെ ഇല്ലല്ലോ, എല്ലാം വീണ് പോവുമോ, ചിലപ്പം ചെറുത് തന്നെ വീണ് പോകുന്നുണ്ട്, എന്തുകൊണ്ടാണെന്നറിയില്ല. അങ്ങനെ അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എനിക്ക് പിന്നെ മിറ്റമൊക്കെ അടിച്ചു വാരി ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോയാലോ. അപ്പം അത് പിന്നെ ക്യാമറ എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരിഞ്ഞു പോയെന്നറിയില്ല കേട്ടോ. അനിയത്തിൻ്റെ ബോള് എടുത്തതാണ്, എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ അടിച്ചൊക്കെ ഇതാക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട് വീട്. അപ്പം ഇത് പിന്നെ ക്ലീൻ ചെയ്ത് കുറേ പണിയുണ്ട്, കാരണം ഉള്ളിലൊക്കെ പൊടിയാണ്, നല്ല പൊടിയുണ്ട്. ഉള്ളിലെല്ലാം പുറത്ത് വരാന്ത ഫുൾ പൊടിയായിരുന്നു. അതൊക്കെ ഞാൻ കഴുകിയിടാന്ന് വിചാരിച്ചു, കാരണം തുടച്ചാലൊന്നും ക്ലീൻ ആവും തോന്നില്ല എനിക്ക്. അപ്പം ഞാൻ ഓരോ ബെഡ്റൂമായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത്, പിന്നെ ഹോള് ക്ലീൻ ചെയ്ത്, ഹോളിൽ വേണ്ടാത്ത കുറേ പേപ്പറും അതൊക്കെ ഉണ്ടായി, അതൊക്കെ കളയാന്ന് വെച്ചു. അപ്പോൾ അടുക്കളയും അതിൻ്റെ ഉള്ളിലൊക്കെ പാത്രമൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണിയുണ്ട്, നല്ല പണിയാണ്, കാരണം കാലൊക്കെ നല്ല വേദനിക്കുന്നുണ്ട്. എന്നാലും ചെയ്തല്ലേ പറ്റും. വെച്ചാൽ ആൾക്കാരെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ വിളിക്കുന്ന സമയത്തൊന്നും അവർക്ക് ടൈം ഉണ്ടാവുകയില്ല. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ 3 ആളൊക്കെയാണ് വരിക. 3 ആളൊക്കെ വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു 2 മണിക്ക് വന്നിട്ട് ഞാനൊരു 6 മണിയാകുമ്പോൾ എൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോവുക. ഞാൻ ജനലും ഒക്കെ തുടച്ചിട്ടാണ് ഒക്കെ ക്ലീനാക്കി, കണ്ട ഹോളൊക്കെ അടിപൊളി ക്ലീനാക്കി. ഇതൊക്കെ എന്താണ് ഇത്രയും സമയം അവർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ നോക്കാനാളില്ലല്ലോ, വീട് അടച്ചിട്ടല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് സുഖമല്ലേ. അപ്പോൾ ഇതൊക്കെ പിന്നെ ബെഡ്റൂമൊക്കെ ക്ലീനാക്കിയ ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ചതൊക്കെ എടുത്ത് മാറ്റി. അപ്പം അതൊക്കെ ഒന്ന് അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ അലക്കിട്ടിട്ട് നമുക്ക് പിന്നെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ വന്നിട്ടൊക്കെ നല്ലോണം ഫോൾഡ് ചെയ്ത് വെക്കാമല്ലോ. ഇത് അനിയത്തിയുടെ മോളാണ് കേട്ടോ. അവളിതൊന്നും അറിയുന്നില്ല കേട്ടോ. അവൾ കണ്ണടിയിൽ കാണുന്നു, നോക്ക് ഈ ചാനലിൽ വരുന്നതെല്ലാം പേടിയാണ്, എന്തോ ഒരു പോലെയാണ് കേട്ടോ. അതുകൊണ്ട് വരത്തില്ല അവൾ. ഫ്രിഡ്ജൊക്കെ ഞാനിങ്ങനെ ഓഫാക്കി വെക്കുന്നതുകൊണ്ട് അടിക്കടി എനിക്ക് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഓഫാക്കിയിട്ട് വെക്കല്ലേ. അപ്പം അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ മെയിൻ സ്വിച്ച് ഞാൻ ഓഫാക്കി പോരും. അപ്പോൾ അനിയത്തി ഇടയ്ക്ക് വരും, അന്നേരം അവൾ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഫ്രിഡ്ജ് ഓണാവും. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിന് വലിയ കംപ്ലയിൻറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നല്ലോണം കൂളാകുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ തുടച്ചു ഒക്കെ വൃത്തിയാക്കുമ്പോൾ നല്ല വൃത്തിയല്ലേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ.
അപ്പം ഞാൻ ഇതൊക്കെ ഒക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്, ഇതൊക്കെ വൃത്തിയാക്കണം. ഇനിയിപ്പോൾ വന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി നമുക്ക് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. വൈകുന്നേരം 6 മണിയാക്കി ഞാനും മോനും കൂടി ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനൽ മുന്നോട്ട് ഉണ്ടാകാൻ പറ്റും കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.